നമസ്കാരം, വെൽക്കം ടു വിന്നേഴ്സ് ആൻഡ് ടെക് ക്ലാസ്സസ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSCയിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കേരള വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഡിപ്ലോമ മെക്കാനിക്കൽ അതുപോലെ സിവിൽ ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ അവസരം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഡിപ്പാർട്ട്മെന്റ് എക്സാം ആയിട്ടാണ് വന്നിരിക്കുന്നത്. കേരള വാട്ടർ അതോറിറ്റിയിലെ ഓവർസിയർ ഗ്രേഡ് 1 എന്ന് പറയുന്ന തസ്തിക, അതിലെ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഉള്ളവർക്കും പറ്റും. മെക്കാനിക്കൽ സിവിൽ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ 3 വർഷം കംപ്ലീറ്റ് ആക്കിയവരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പുതിയ നോട്ടിഫിക്കേഷൻസ് നമ്മുടെ പ്രൊഫൈലിൽ ഇപ്പോൾ ആക്റ്റീവ് ആണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ ഡിപ്ലോമ അല്ലെങ്കിൽ നിങ്ങളൊരു ബിടെക് കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ ഈ അവസരം പരമാവധി വിനിയോഗിക്കാൻ ശ്രമിക്കുക. കാര്യം ഗ്രേഡ് 1 തസ്തികയാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ബിടെക് സിവിൽ, ബിടെക് മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കഴിഞ്ഞ മാസം വാട്ടർ അതോറിറ്റി AE എന്ന് പറഞ്ഞിട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ ഡിപ്പാർട്ട്മെന്റ് എക്സാം വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ക്ലാസ് നമ്മൾ നടത്തുന്നുണ്ട്. സോ അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി ഗ്രേഡ് 1 തസ്തികയ്ക്ക് വേണ്ടിയിട്ടുള്ള സബ് എഞ്ചിനീയർ തസ്തികയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് കാൻഡിഡേറ്റ്സിന്റെ ക്ലാസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ആപ്പ് വിന്നേഴ്സ് എഡ്യൂടെക് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസിന്റെ ഡെമോ സെഷൻസും ക്ലാസിന്റെ കണ്ടന്റുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. സോ നമുക്ക് നോട്ടിഫിക്കേഷനിലോട്ട് പോവാം. നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ആക്റ്റീവ് ആണ്. നിങ്ങൾ അത് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. കാറ്റഗറി നമ്പർ 423/2024 423/2024 ആണ്. 1/1/2025 വരെ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ നിങ്ങളുടെ പ്രൊഫൈലിൽ ആ നോട്ടിഫിക്കേഷൻസ് കാണാൻ വേണ്ടി പറ്റും. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേക്കൻസി 15 വേക്കൻസി ആണ് നോട്ടിഫിക്കേഷൻ അത് കാണിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് 15 എണ്ണമാണ് ഉള്ളത്. ഇതിനകത്ത് അറിയേണ്ട കാര്യം, നിങ്ങൾ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് മെക്കാനിക്കൽ അല്ലെങ്കിൽ സിവിൽ ഉദ്യോഗാർത്ഥികളായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഡിപ്പാർട്ട്മെന്റ് കാൻഡിഡേറ്റ്സ് ആയിരിക്കണം, 3 വർഷം കംപ്ലീറ്റ് ആയിരിക്കണം, നിങ്ങളുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നതായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. 1 ഇയർ ആയവരോ അല്ലെങ്കിൽ ജസ്റ്റ് കയറിയിട്ടുള്ളവർക്കോ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. സോ അതിനകത്ത് ക്വാളിഫിക്കേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷനകത്ത് ഡിപ്ലോമ ഇൻ സിവിൽ ഓർ മെക്കാനിക്കൽ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മസ്റ്റ് ഹാവ് വർക്ക്ഡ് ഫോർ എ പീരീഡ് നോട്ട് ലെസ് ദാൻ 3 ഇയേഴ്സ്. 3 വർഷം ഉണ്ടായിരിക്കണം, 3 വർഷത്തിൽ കുറയാത്ത സർവീസ് ഉള്ളവരായിരിക്കണം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഇതിന്റെ ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഡിപ്ലോമ സിവിൽ, ഡിപ്ലോമ മെക്കാനിക്കൽ ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ബിടെക് സിവിൽ, ബിടെക് മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് ഈ എക്സാം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ നല്ലൊരു അവസരമാണ്, നല്ലൊരു അവസരം നിങ്ങൾ മിസ്സാക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ആപ്പിനകത്ത് കയറി ക്ലാസ് കണ്ടു നോക്കാൻ, നിങ്ങൾക്ക് ഡെമോ സെഷൻസ് കണ്ടു നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിന്റെ ഇന്റർഫേസ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വിന്നേഴ്സ് എഡ്യൂടെക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കേരള PSC എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കേരള PSC നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് താഴെ സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് വാട്ടർ അതോറിറ്റി AEയുടെ കോഴ്സ് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ വാട്ടർ അതോറിറ്റി ഗ്രേഡ് 1ന്റെ കോഴ്സ് ഇവിടെ ഉണ്ട്. നിങ്ങൾ ഈ കോഴ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്റർഫേസ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഓവർവ്യൂ കിട്ടും, അതുപോലെ തന്നെ കണ്ടന്റ്, ഡെമോ. ഈ ഡെമോ സെഷൻസ് നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ തന്നെ ഡെമോ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ കണ്ടന്റ് ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ കണ്ടന്റ് ഓപ്ഷൻ എടുത്താൽ മതി. മെക്കാനിക്കൽ സിവിൽ എന്ന് പറയുന്ന 2 ഫോൾഡറിലായിട്ടാണ് ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തൊട്ട് മുന്നേ, അതായത് കഴിഞ്ഞ വർഷം ഇതിന്റെ ജനറൽ കാൻഡിഡേറ്റ്സിനുള്ള എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ സിലബസിലാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി എന്തെങ്കിലും സിലബസിനകത്ത് ചേഞ്ച് വരുവാണെങ്കിൽ അതുൾപ്പെടെ കംപ്ലീറ്റ് പോർഷൻസ് നമ്മൾ കവർ ചെയ്യും. ഇത് പഴയ ക്ലാസ്സുകളല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. മെജോറിറ്റി ഓഫ് ദ ക്ലാസ്സുകളും പുതിയ ക്ലാസ്സുകൾ, നമ്മൾ പുതിയ ക്ലാസ് ഷൂട്ട് ചെയ്യുന്ന ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിന്റെ ക്വാളിറ്റി വിലയിരുത്താനായിട്ട് നിങ്ങൾ ഡെമോ സെഷൻ നോക്കിയാൽ മതി. ഫ്ലൂയിഡ് മെക്കാനിക്സ് ഉണ്ട്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്, തെർമോഡൈനാമിക്സ് ഉണ്ട്, മെക്കാനിക്കൽ ക്ലാസ്സസ് ഒക്കെ കുറെ ക്ലാസ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതേപോലെ സിവിലിന്റെ ക്ലാസ്സുകൾ കുറെ ക്ലാസ്സുകൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ നമ്മുടെ AE കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, AE കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ഗ്രേഡ് 1 എക്സാമിന് വേണ്ടി വേറെ കോഴ്സ് എടുക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ ഒരു സെപ്പറേറ്റ് കോഴ്സ് സെപ്പറേറ്റ് ഫോൾഡർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് വ്യത്യാസം എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങും ഓട്ടോക്യാഡും എക്സ്ട്രാ വന്നിട്ടുണ്ട് ഇതിനകത്ത്. ബാക്കി RCC ആയാലും അതുപോലുള്ള സബ്ജക്റ്റ് എല്ലാം തന്നെ ഏകദേശം സെയിം തന്നെയാണ് രണ്ടിലും ഉള്ളത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി വേറൊരു കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എക്സ്ട്രാ വരുന്ന ഡ്രോയിങ്ങിന്റെ സബ്ജക്റ്റുകൾ, ഇനി തെർമോഡൈനാമിക്സിന്റെ എക്സ്ട്രാ പോർഷൻസ് ഉണ്ടെങ്കിൽ അതുൾപ്പെടെ പോർഷൻസ് നമ്മൾ നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. അതിനുവേണ്ടി വേറെ കോഴ്സ് എടുക്കണ്ട. നിങ്ങൾ ഇനി AE എക്സാമും അതുപോലെ ഗ്രേഡ് 1 എക്സാം അപ്ലൈ ചെയ്തിട്ട് ഒരു കോഴ്സ് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ AE എക്സാമിന്റെ ക്ലാസ്സുകൾ ഇതേപോലെ ഒന്ന് കണ്ടു നോക്കുക. മെക്കാനിക്കൽ, സിവിൽ, അതുപോലെ കെമിക്കൽ, ജോബ് റിലേറ്റഡ് ടോപ്പിക്സിന്റെ ഡെമോ സെഷൻസ്, ഏറ്റവും പുതിയ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഡെമോ കണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ആപ്പ് ത്രൂ തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.